ഇത് സ്വരാജിന്റെ പൂക്കളുടെ പുസ്തകം എന്ന് പറയുന്ന പുസ്തകമാണ്. ഇന്ദൂർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്വരാജിന്റെ ഈ പുസ്തകം വീണ്ടും ചർച്ചയാകുന്നതിലും മനുഷ്യർ വായിക്കുന്നതിന് എനിക്ക് വലിയ സന്തോഷമുണ്ട്. 2021 അവസാനത്തിലാണ് ഈ പുസ്തകം ഞാൻ വായിക്കുന്നത്. വായിച്ചു നോക്കുമ്പോഴേക്കും ഞാൻ എൻ്റെ സഹൃദയരോടൊക്കെ നിർബന്ധമായിട്ടും വായിക്കാൻ താല്പര്യമുള്ളവർ വായിക്കേണ്ട ഒരു പുസ്തകമാണ് സ്വരാജിന്റെ പൂക്കളുടെ പുസ്തകം എന്ന് പറഞ്ഞു. അത് വീണ്ടും ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പലരും ചർച്ച ചെയ്യുന്നുണ്ട്. വലിയ സന്തോഷം. സത്യത്തിൽ സ്വരാജ് തന്നെ ഇതിൽ ആമുഖമായിട്ട് പറഞ്ഞത് ഇത് കുട്ടികൾക്ക് വേണ്ടി ഞാൻ എഴുതിയ പുസ്തകം എന്നാണ്. പക്ഷേ ഇത് വായിച്ചു തുടങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ പുസ്തകം കുട്ടികൾക്കല്ല, ലോകത്തെ സകല മനുഷ്യരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ഇത് വായിച്ചതിന് ശേഷം പലപ്പോഴും സ്വരാജിന്റെ പല പോസ്റ്റുകളും വളരെ വിഭിന്നമായ പല നിലപാടുകളും, ദേശീയത ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്തും സമാധാനത്തെക്കുറിച്ച് ഇത്ര ധൈര്യത്തോടെ അയാൾക്ക് എങ്ങനെ സംസാരിക്കാൻ കഴിയുന്നതെന്ന് പലരും അത്ഭുതപ്പെടുമ്പോഴും സത്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടില്ല. കാരണം സ്വരാജിന് അങ്ങനെ സംസാരിക്കാൻ കഴിയും. കുഞ്ഞുനാളിൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് വാടി നിലത്ത് വീഴുന്ന പൂക്കളാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സത്യത്തിൽ ആ രൂപത്തിൽ ചിന്തിക്കുന്ന മനുഷ്യന് പിന്നെ എങ്ങനെയാണ് സമാധാനത്തെക്കുറിച്ചല്ലാതെ സാർവദേശീയതയെക്കുറിച്ചല്ലാതെ സംസാരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. എന്തായാലും നിർബന്ധമായിട്ട് എല്ലാവരും വായിച്ചിരിക്കേണ്ട, വായന താല്പര്യമുള്ളവർ ഈ പറയുന്ന കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ മാറ്റിവെച്ച് വായിക്കേണ്ട വളരെ മനോഹരമായിട്ടുള്ളൊരു വായനാനുഭവം നൽകുന്നൊരു പുസ്തകമാണിത്. ഇത് വീണ്ടും ചർച്ചയ്ക്ക് വന്നുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ.